ഹായ്, നമുക്കിന്ന് എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പി നോക്കാം. അതിനായി ഒരു കുക്കറിലേക്ക് 50 ഗ്രാം പരിപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പരിപ്പിട്ടതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിന് ശേഷം ഇതിലേക്ക് നേക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി കുക്കർ അടച്ച് 2 വിസിലടിക്കാനായി വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് വേറൊരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്കയ്ക്ക് ശേഷം തക്കാളി ഇടാം. തക്കാളി ഏകദേശം വാടി കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇവ സെപ്പറേറ്റ് വേവിക്കുന്ന വേവ് കുറവായതുകൊണ്ടാണ്. അതിനുശേഷം ഇത് വെന്ത പച്ചക്കറി കഷ്ണങ്ങളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു നെല്ലിക്ക മുഴുപ്പിൽ പുളി നന്നായി പിഴിഞ്ഞ് വെള്ളം ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. ഇനി ഇത് കടുക് പൊട്ടിക്കാനായി വേറൊരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കാം. അതിലേക്ക് ചെറുതായി അരിഞ്ഞ ചുവന്നുള്ളിയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഇവ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി കറിക്കൊരു കൊഴുപ്പ് കിട്ടാനായി സഹായിക്കും. ഇവ നന്നായി മൂത്ത് കഴിയുമ്പോൾ ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചക്കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായത് കായപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ ഓഫ് കായപ്പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവ ഒന്ന് നന്നായി കുറുകി പറ്റി കഴിയുമ്പോൾ അവസാനമായി നമുക്ക് പച്ച വെളിച്ചെണ്ണയും ഒഴിക്കാം. ഇനി ഇത് കറി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.